ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവിക വിടുതൽ എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവിക വിടുതലിന് ശേഷമുള്ളതായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോടുള്ള പ്രതികരണം എപ്രകാരമായിരിക്കണം? ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവിക വിടുതൽ വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മൾ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീടുള്ള നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നുള്ളത് ഇന്ന് പകൽക്കാലം ചില ഉദാഹരണങ്ങളിലൂടെ നിങ്ങളുമായി പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങളെ പറയുമ്പോൾ ഇത് നമുക്കൊരു ആത്മശോധനയ്ക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവിക അനുഗ്രഹവും നന്മകളും വിടുതലും പ്രാപിച്ചു. എന്നാൽ അതിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എപ്രകാരമാണെന്നൊന്ന് പരിശോധിക്കുന്നതിനും സമർപ്പിക്കുന്നതിനുമായിട്ട് ഇത് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ശീമോൻ പത്രോസും കൂട്ടരും തങ്ങളുടെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ ഇരുന്നു. എന്നാൽ കർത്താവുമായി ചേർന്ന് നിന്ന് വല വീശിയപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിച്ചു. നിങ്ങൾ ഈ വേദഭാഗങ്ങൾ വായിക്കണം. സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ വാക്യങ്ങൾ പറയുകയാണ്. അത് നിങ്ങൾ വായിക്കുമ്പോഴത് മനസ്സിലാകും. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ച് വിടുവിച്ചപ്പോൾ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തോട് വീണ്ടും പറ്റിച്ചേർന്ന് അവരുടെ ശ്രേഷ്ഠ ആയുസ് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. രണ്ടാമതായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ബെർത്തിമായി എന്ന് പറയുന്ന കുരുടനായ മനുഷ്യൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് വിടുതൽ പ്രാപിച്ചു. അതിനുശേഷം നമ്മൾ അവിടെ ഈ പ്രകാരമാണ് വായിക്കുന്നത്, അവൻ കാഴ്ച പ്രാപിച്ച് യേശുവിനെ അനുഗമിച്ചു. മർക്കോസ് 10:52. അതേ പ്രിയമുള്ളവരെ, അവൻ്റെ ജീവിതം തുടർന്നും ദൈവത്തോട് പറ്റിച്ചേർന്ന് അവൻ്റെ ശ്രേഷ്ഠ ആയുസ് അവൻ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിനും ആ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് അവൻ ചേർന്ന് ജീവിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മൂന്നാമതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ആത്മീയ വിടുതലിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കെല്ലാം സുപരിചിതമാണ്. ശമരിയക്കാരിയായ സ്ത്രീ തൻ്റെ ജീവിതം കർത്താവുമായിട്ട് അടുത്തു വരുമ്പോൾ കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ കാണിച്ചു കൊടുക്കുകയും തൻ്റെ കുറവുകളെ അംഗീകരിക്കുകയും ഒരു ആത്മീയമായ സൗഖ്യം പ്രാപിക്കുകയും അവരുടെ ശ്രേഷ്ഠ ആയുസ് നമ്മളിപ്രകാരം പറയുന്നു, വെള്ളം കോരുവാനായിട്ട് കടന്നു വന്നതായ ശമരിയക്കാരത്തി സ്ത്രീ തൻ്റെ പാത്രം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിൽ പോയി യേശുവിനെ സാക്ഷിച്ചു. അതേ പ്രിയമുള്ളവരെ, ഒരു ആത്മീയ വിടുതലിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ശ്രേഷ്ഠ ആയുസ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നു. നാലാമതായിട്ട് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയുന്നു, അന്ധകാര ശക്തിയിൽ പിടിയിലായിരുന്നതായ ഭൂതബാധിതനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് സൗഖ്യമാക്കി വിടുതൽ നൽകി കഴിഞ്ഞപ്പോൾ അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, യേശു തനിക്ക് നൽകിയതായ വിടുതലിനെ പട്ടണത്തിലെല്ലായിടവും അറിയിച്ചു. ഞാൻ 3-4 ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ആദ്യത്തേത് ഒരു ഭൗതികമായ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ തൻ്റെ തൊഴിലുകളിൽ ദൈവം കൊടുക്കുന്നതായ നന്മ, രണ്ടാമതായിട്ട് ഒരു രോഗസൗഖ്യം, മൂന്നാമതായിട്ട് ഒരു ആത്മീയമായ വിടുതൽ, നാലാമതായിട്ട് അന്ധകാര ശക്തികളിൽ നിന്നും ദൈവം വിടുവിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ കേൾക്കുന്നതായ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ളതായ നന്മയും വിടുതലും ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നവരായിരിക്കാം. അതൊരു സാമ്പത്തികമായ അനുഗ്രഹമായിരിക്കാം, ശാരീരികമായ സൗഖ്യമായിരിക്കാം, ആത്മീയമായ വിടുതലായിരിക്കാം, അല്ല എങ്കിൽ ഈ ലോകത്തിലെ അന്ധകാര ശക്തികളിൽ നിന്നുള്ളതായൊരു മോചനമായിരിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് വിടുവിച്ചു. എന്നാൽ നമ്മുടെ ശ്രേഷ്ഠ ആയുസ് ഇപ്പോഴെപ്രകാരമാണ്. ഈ കർത്താവിനെ സാക്ഷിക്കുന്നതിന് നമ്മൾ എത്രത്തോളം സമയം കണ്ടെത്താറായിട്ടുണ്ട്? നമ്മളെ
ഓർപ്പിക്കുന്ന പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ വായിക്കുന്നത് പോലെ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശങ്ങളിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ജീവിതത്തിൽ ദൈവം നന്മകൾ തരുന്നതും നമ്മളെ വിടുവിക്കുന്നതും നമ്മളെ അനുഗ്രഹിക്കുന്നതിൻ്റെയും ദൈവത്തിൻ്റെ പരമോന്നതമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലോകത്തിലെങ്ങും ആ കർത്താവിൻ്റെ സാക്ഷിയായി അന്ത്യത്തോളം ജീവിക്കുക. അതല്ലാതെ ഭൗതികമായ നന്മയും അനുഗ്രഹങ്ങളും വിടുതലും പ്രാപിച്ച് നമ്മൾ ആസാ രാജാവിൻ്റെ ജീവിതത്തിൽ പഠിച്ചതുപോലെ ലോകശക്തികളിലും അനുഗ്രഹങ്ങളിലും ആശ്രയിച്ച് തൻ്റെ ജീവിതത്തെ തകർക്കുവാനോ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനോ അല്ല, മറിച്ച് വിടുതലിന് വേണ്ടി പറ്റിച്ചേരുന്നതായ ദൈവത്തോട് വിടുതലിന് ശേഷവും പറ്റിച്ചേർന്നുള്ളതായ ഒരു ജീവിതം നയിക്കുമ്പോൾ ഹാനോക്കിനെ പോലെയുള്ളതായ ഭാഗ്യകരമായ അവസ്ഥ നമുക്കും ലഭിക്കും. അതുകൊണ്ട് ആരെങ്കിലും ദൈവത്തിന് നന്ദി അർപ്പിക്കാതെ ഇപ്രകാരം ഒരു സമർപ്പണമില്ലാതെ ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 3-4 ഉദാഹരണങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ അവരുടെ ശ്രേഷ്ഠായുസ് കർത്താവിനോട് ചേർന്ന് നടന്നു. അവരുടെ ശ്രേഷ്ഠായുസ് ഈ കർത്താവിനെ അവർ സാക്ഷീകരിച്ചു. കർത്താവെ, ഞാനും അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു. നീ എനിക്ക് തന്ന സൗഖ്യം, നീ എനിക്ക് തന്ന വിടുതൽ, അത് ഞാൻ മറ്റുള്ളവരോട് സാക്ഷിക്കുകയും അനേകരുടെ മുമ്പിൽ കർത്താവിൻ്റെ വലിയ നാമത്തെ ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള തീരുമാനത്തോടെ നമുക്ക് ജീവിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, ദൈവിക വിടുതൽ പ്രാപിച്ച ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ തലങ്ങളിൽ ഞങ്ങൾ അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാപിച്ചിട്ടുണ്ട്. ഭൗതികവും ആത്മീയവും ശാരീരികവും ഒക്കെയായ പല വിടുതൽ പ്രാപിച്ചു കർത്താവെ. എന്നാൽ അതിനുശേഷമുള്ള ഞങ്ങളുടെ ജീവിതം നന്ദിയില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നാണ് എങ്കിൽ ആ കുറവ് ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവെ, ഇന്നൊരു സമർപ്പണത്തോടെ ശ്രേഷ്ഠ ആയുസ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവിനെ ദേശത്തെങ്ങും ഉയർത്തുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവരിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകരുവാനും ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാനും നിത്യരാജ്യത്തിനു വേണ്ടി അനേകരെ ഒരുക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. പാൽക്കാലം അനുഗ്രഹിച്ചു തരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.